ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് INTUCയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വഞ്ചനാ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് KC അബു ധർണ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 10 വഞ്ചനാ ദിനമായി ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലെ വീഴ്ച പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവർത്തകർ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിക്കാനല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ ഒരു പരിപാടിയും നടപ്പിലാക്കാൻ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേരളം ഭരിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമീണരായ തൊഴിൽ രഹിതരായ ജനലക്ഷങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പോലും കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുവാൻ ഈ സർക്കാരിന് കഴിയാതെ വന്നിരിക്കുന്നു. തൊഴിൽ ചെയ്യുവാൻ താൽപര്യമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രതിദിനം 125 രൂപ വേതനം, ഒരു വർഷം 100 ദിവസം തൊഴിൽ നൽകുന്ന ആ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ 24ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കേരളത്തിലെ തൊഴിലാളികൾക്ക് ജോലി നൽകിയത് 22 വർഷം മാത്രമായിരുന്നു. 100 ദിവസം ജോലി നൽകുന്നതിന് പകരം കഴിഞ്ഞ വർഷം 22 ദിവസമാണ് ജോലി നൽകിയതെങ്കിൽ ഈ വർഷം 34 ദിവസം മാത്രമേ ജോലി നൽകുവാൻ ഈ അച്യുതാനന്ദന്റെ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. INTUC നേതാവ് അഡ്വക്കേറ്റ് M. രാജൻ സമരത്തിന് അധ്യക്ഷത വഹിച്ചു. പെട്രോൾ, ഡീസൽ വിലവർധന മൂലം ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം ഒഴിവാക്കാൻ നികുതി കുറയ്ക്കണമെന്നും തോട്ടം വ്യവസായശാലകളും തുറന്ന് പ്രവർത്തിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.